Afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ എവിടെ വരെ എടുക്കാനുള്ളത്? എവിടെ തുടങ്ങിയാണ് എടുക്കാനുണ്ട്? ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? സ്റ്റോക്ക് വേരിയേഷൻസ് നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റോർ വേരിയേഷൻസ്. ആണോ? ഒബ്ജക്റ്റീവ്സ് അല്ലേ നമ്മൾ എടുക്കേണ്ടത്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വേരിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. സ്റ്റോക്ക് വേരിയേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? എങ്ങനെയൊക്കെയാണ് വരുന്നത്? സ്റ്റോർ വേരിയേഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്? എന്തൊക്കെ കാരണങ്ങളാലാവാം? റോങ് എൻട്രി ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ എന്താണ് ഓഫ് ഇഷ്യൂ അല്ലെങ്കിൽ ഷോർട്ടേജ് വരുന്നതിലൂടെ, അതുപോലെ തന്നെ റോങ് ബില്ലില് നമ്മള് സാധനങ്ങള് ഡക്റ്റ് ചെയ്തതിലൂടെ അല്ലെ, അല്ലെങ്കിൽ എന്താണ് മോഷണം, അതുപോലെ തന്നെ ബാഷ്പീകരിച്ചു പോകുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇവാപൊറേഷൻ വഴി നമുക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെ, എന്തൊക്കെയാണ് എക്സ്പയറി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ കാലഹരണപ്പെട്ടത്, അപ്ഡേറ്റഡ് ആയത്, അങ്ങനെയുള്ള ഐറ്റംസിൽ ഇങ്ങനെ വേസ്റ്റഡ് ആയിട്ട് പോകുമ്പോൾ സ്റ്റോർസിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പ്രീഫേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷണം അല്ലെ, ആക്ട് ഓഫ് സ്റ്റീലിംഗ് തിങ് ഓഫ് ലോ വാല്യൂ, എന്താണ് കുറഞ്ഞ മൂല്യമുള്ള സാധനങ്ങള് മോഷണം നടത്തുന്നതിനെയാണ് പ്രീഫേജ് എന്ന് പറയുന്നത്. അത്രയും വരെയല്ലേ നമ്മൾ എടുത്തത്? ഇനി നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ. ഇതൊക്കെയാണ് സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്വം അല്ലെ, ഉത്തരവാദിത്വം. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല് ഉത്തരവാദിത്വം. അപ്പോ അക്കൗണ്ടബിലിറ്റി എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റോക്കിലെ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ കൃത്യമായിട്ടല്ല ആ സ്റ്റോറിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ലേ? അവർക്ക് ഉത്തരവാദിത്വമില്ലാതെയാണ് അവിടെ അവർ ജോലി ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അക്കൗണ്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള സ്റ്റാഫുകൾ കൃത്യമായിട്ടല്ല അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെയാണോ? അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാല് ഉത്തരവാദിത്തം. സ്റ്റോറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നല്ല രീതിയിലല്ല, എന്താണ് നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടല്ല അവര് അവിടെ വർക്ക് ചെയ്യുന്നത് സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്യുറസി കൃത്യത അല്ലെ, കൃത്യത. അപ്പൊ എന്താണ്? ഓരോ സ്റ്റോറിന്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അവരുടെ ഡ്യൂട്ടി, അവിടെയുള്ള സ്റ്റാഫുകളുടെ ഡ്യൂട്ടി കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, അവർക്ക് എല്ലാ കാര്യങ്ങളും കാര്യക്ഷമതയോടെ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ സാധിക്കുന്നുണ്ട്. ആക്യുറസി അപ്പൊ എന്താ പറഞ്ഞത്? നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നല്ല കാര്യക്ഷമതയോടുകൂടി ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് ലീക്കേജ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതിലൂടെ എത്ര എണ്ണം മോഷണം പോയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണത്തിൽ കുറവുണ്ട് എന്ന് നമുക്ക് ആ സ്റ്റോക്ക് വെരിഫൈ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ്? ഇതിൽ മോഷണം പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ അവിടെയുള്ള സ്റ്റാഫുകൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്? എക്സാമൈനിങ് ഓഫ് സിസ്റ്റം. എന്താണ്? സ്റ്റോറിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് പറ്റില്ലേ? നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടാണോ അവിടെയുള്ള സ്റ്റോറിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? സ്റ്റോക്ക് വെരിഫൈ ചെയ്തിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് എക്സാമൈനിങ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെന്താണ്? റിവ്യൂ ഓഫ് സേഫ്റ്റി അല്ലെ. എന്താണ്? ജീവനക്കാരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവലോകനം നടത്താനായിട്ട് ഈ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ജീവനക്കാരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവലോകനം നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? അക്കൗണ്ടബിലിറ്റി, നല്ല രീതിയിൽ അവർ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുന്നുണ്ടോ, റെസ്പോൺസിബിൾ ആയിട്ട് നോക്കുന്നുണ്ടോ, ഉത്തരവാദിത്വത്തോടുകൂടി അവരെല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് ഈ സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യത അല്ലെ, അവിടെ എല്ലാ കാര്യങ്ങളും സ്റ്റോറില് നമ്മൾ ഈ വെരിഫിക്കേഷൻ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണോ ആ സ്റ്റാഫുകൾ ചെയ്യുന്നത്, കൃത്യതയോടുകൂടി ചെയ്യുന്നുണ്ടോ, കാര്യക്ഷമതയോടുകൂടി ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് ലീക്കേജ്, മോഷണം സംഭവിക്കുന്നത് അല്ലെ, മോഷണം പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ആ സ്റ്റോക്കില് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിൽ എന്തെങ്കിലും ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വന്നാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ട്, അവിടെ നിന്ന് ആരെങ്കിലും വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് എക്സാമിനിങ് ഓഫ് സിസ്റ്റംസ്, സ്റ്റോക്കിലെ എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ റിവ്യൂ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞത് ജീവനക്കാരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവലോകനം നടത്താനായിട്ട് ഈ സ്റ്റോക്ക് വെരിഫിക്കേഷനിലൂടെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒബ്ജക്റ്റീവ്സ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കോഡിഫിക്കേഷൻ. കോഡിഫിക്കേഷൻ നോക്കിക്കോളൂ. Codification is the process of representing odd items by a number or alphabet, the digits of which shows the group, subgroups, the type and magnitude of items. എന്താ പറയുന്നത്? കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ് ആണ് അല്ലെ. എന്തിന്റെ പ്രോസസ് ആണ്? ഒരു ഐറ്റം റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റോ ഉപയോഗിച്ച് ഒരു ഐറ്റം റെപ്രസെന്റ് ചെയ്യുന്നതിനുള്ള പ്രോസസ് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഒരു ഐറ്റത്തിനെ നമ്മുടെ നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റോ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? The process of representing all items by a number or alphabets. ക്ലിയർ ആയില്ലേ? ഇനി എങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും അല്ലെ, ഈ ഐറ്റം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സബ് ഗ്രൂപ്പിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഐറ്റം ആണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് വ്യാപ്തി അല്ലെ, വ്യാപ്തി അല്ലെങ്കിൽ എന്താണ്, എത്ര അളവിലാണ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക്. ഓക്കെ, അപ്പൊ അതാണ് കോഡിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഐറ്റത്തെ നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റോ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആ ഐറ്റം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സബ് ഗ്രൂപ്പിലാണ് വരുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഐറ്റം ആണ്, അല്ലെങ്കിൽ അത് എത്ര അളവിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. കോഡിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിയേ, കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം. ഫസ്റ്റ് വൺ ആണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റംസ്. അപ്പോ ന്യൂമറിക്കൽ എന്ന് പറയുമ്പോ എങ്ങനെയാണ് ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? പറയാൻ പറ്റോ? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോ നമ്പർ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നതല്ലേ. നോക്കി, പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഗ്രൂപ്പ് ഇൻ ഈസ്. സ്റ്റോർ എന്നാക്കണം കേട്ടോ. അവിടെ സ്റ്റോർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് സ്റ്റോർ എന്നാക്കാം. സ്റ്റോർ
providing numbers to understand the groups in a store. Example 0 to 99 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് ആദ്യം റെപ്രസെന്റ് ചെയ്യുന്നത് സർജിക്കൽ ഐറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് നമ്പേഴ്സ് വെച്ചിട്ടാണ് അല്ലെ നമ്മള് ഓരോ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. നമ്പേഴ്സ് വെച്ചിട്ട് ഓരോ ഐറ്റത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. സർജിക്കൽ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കോഡ് എങ്ങനെയാണ് 0 to 99 എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കോഡ് വരുന്നത് 0 to 99 ആണ്. എന്ത് ഐറ്റം ആണ്? സർജിക്കൽ ഐറ്റം ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നോക്കി ആൽഫബറ്റിക്കൽ. ആൽഫബറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ആൽഫബറ്റിക്കൽ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ട് അല്ലെ, ലെറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡിഫിക്കേഷൻ ചെയ്യുന്നത്. Alphabets are used to codify the materials first 3 letters used. അപ്പൊ നമ്മൾ ആൽഫബറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഐറ്റത്തിനെ ആൽഫബറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിയേ. ഫോർ എക്സാമ്പിൾ SUR എന്നാക്കണം കേട്ടോ. SUR for the word surgical. അപ്പൊ സർജിക്കൽ വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫബറ്റിക്കൽ കോഡ് എന്താണ്? SUR അല്ലെ. ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൽഫബറ്റിക്കൽ റെപ്രസെന്റിംഗിൽ യൂസ് ചെയ്യുന്നത് ഒരു ഐറ്റത്തിന്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ആണ്. മനസ്സിലായോ? ഓക്കെ. ഇനി ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്തായിരിക്കാം അത്? ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം? രണ്ടിന്റെയും കോമ്പിനേഷൻ അല്ലെ. ആൽഫബറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്പേഴ്സിന്റെയും കോമ്പിനേഷൻ. രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരൈറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫബറ്റും നമ്പേഴ്സും ഉപയോഗിച്ചിട്ടാണ്. നോക്കിയേ. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം. അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഓരോ സിസ്റ്റം, ഓരോ കോഡിഫിക്കേഷൻ സിസ്റ്റവും നിങ്ങൾ എഴുതി വെച്ച് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ. അപ്പോ ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്പേഴ്സും ആൽഫബറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. യൂസ് ആൽഫബറ്റ് ടു ഏതാ പറയേണ്ടത്? മോളെ? ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടി പറയാം കേട്ടോ. മിസ് 5 ഒന്നുകൂടി പറയാം. ആദ്യം തുടങ്ങി പറയാം കേട്ടോ. 6 പഠിക്കാനുണ്ട് നമുക്ക്. നോക്കിക്കോളൂ കേട്ടോ. ഈ പറയണം നോക്കട്ടോ. ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾ പറയുന്നത് അല്ലെ. എന്താണ്? യൂസ് ആൽഫബറ്റ്സ് ടു ഷോ മെയിൻ ഗ്രൂപ്സ് ആൻഡ് നമ്പേഴ്സ് ഫോർ സബ് ഗ്രൂപ്സ് ഓർ വൈസ് വെർസ. നമ്മൾ പഠിച്ചത് എന്താണ്? രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ ആൽഫബറ്റിനെ പറയുന്നത് ചിലപ്പോ മെയിൻ ഗ്രൂപ്സ്, ആൽഫബറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മെയിൻ ഗ്രൂപ്പ്സിലാണ്. അതുപോലെ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്? സബ് ഗ്രൂപ്പിലാണ്. അതുപോലെ തന്നെ രണ്ടിന്റെയും വൈസ് വേഴ്സ, ചിലപ്പോ ആൽഫബറ്റിനെ സബ് ഗ്രൂപ്പിലും പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പേഴ്സ് എന്താണ്? മെയിൻ ഗ്രൂപ്പിലും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ഡെസിമൽ സിസ്റ്റം? ഡെസിമൽ സിസ്റ്റം എന്താണ് ഡെസിമൽ സിസ്റ്റം? പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡെസിമൽ പോയിന്റ് ഒക്കെ വെച്ചിട്ട് പഠിച്ചിട്ടില്ലേ? നമ്മള് പോയിന്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണല്ലേ. ഇവിടെ എന്താണ് ഡെസിമൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? representing item decimal item. Okay, it is the use of decimal to represent item. Decimal ആയിട്ടാണ് ഇതിന്റെ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിയേ. 50.1432 കണ്ടോ? ഡെസിമൽ പോയിന്റിലാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ഐറ്റത്തിനെയും. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് കൊഡാക് സിസ്റ്റം. എന്താണ് കൊഡാക് സിസ്റ്റം എന്ന് പറഞ്ഞാല്? യൂസിങ് 10 digits to represent an item. എന്താണ്?
ഒരൈറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 ഡിജിറ്റ്സ് വെച്ചിട്ടാണ്. കോഡാക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരൈറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 ഡിജിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ക്ലിയർ ആയില്ലേ? ദിസ് ഈസ് ദ ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇത് കൂടുതലായിട്ട് മെച്ചമായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതലായിട്ട് മെച്ചമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ കോഡാക് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 ഡിജിറ്റ്സ് ഉപയോഗിച്ചാണ്. ക്ലിയർ ആയോ കോഡാക് സിസ്റ്റം? ഇനി എന്താണ് ബ്രിഡ്ജ് സിസ്റ്റം അല്ലെ? ബ്രിഡ്ജ് സിസ്റ്റത്തിൽ നോക്കിയേ, യൂസിങ് 7 ഡിജിറ്റ്സ് ടു റെപ്രസെന്റ് എ സ്പെസിഫിക് ഐറ്റം. ഒരു സ്പെസിഫിക് ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 7 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. കോഡാക് സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ്സ് ആയിരുന്നു കോഡാക്കില്? 10 ഡിജിറ്റ്സ് അല്ലെ? അപ്പോ ഈ ബ്രിഡ്ജ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ബ്രിഡ്ജിൽ എങ്ങനെയാ? 7 ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്പെസിഫിക് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം. എക്സാമ്പിൾ കണ്ടില്ലേ? 1.0 to 0.00.00 മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെയുള്ള എക്സാമ്പിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബ്ലഡ് ഗ്യാസ് അനലൈസർ, അതിന്റെ റെപ്രസെന്റ് ചെയ്ത് നോക്കിയേ. 1.0 to 0.01.00 മെഡിക്കൽ BGA3 അല്ലെ? അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? റേഡിയൻ ഷെയ്ഡ്, അതിന്റെ സിമ്പിൾ ആണ് വരുന്നത്. റേഡിയൻ ഷെയ്ഡ് സിമ്പിൾ ആണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1.0 to 0.01.01. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. കൂടുതൽ പഠിക്കാനുള്ളത് സിസ്റ്റംസ് എന്താണ്, സിസ്റ്റം എന്താണ്, കോഡാക് സിസ്റ്റം എന്താണ്, ഡെസിമൽ സിസ്റ്റം എന്താണ്, അതുപോലെ ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്താണ്, അങ്ങനെയുള്ള ഈ സിസ്റ്റം കൂടുതലായിട്ട് അറിഞ്ഞാൽ മതി. ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാട്ടോ മിസ്. ഫസ്റ്റ് നോക്കിയേ, ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ് ഇൻ എ സ്റ്റോർ. എന്താണ്? ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഓരോ ഐറ്റത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാല് ഓരോ ഐറ്റത്തിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ ആൽഫബറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ഐറ്റത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് പ്രത്യേകത എന്താണ്? 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ആൽഫബറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഓരോ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ? എന്താണ്? ഒരൈറ്റത്തിന്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സർജിക്കലിന് എന്താണ്? SUR എന്നാണ് കേട്ടോ. 6 ചേർത്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ SUR എന്നാണ് സർജിക്കലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് അല്ലെ? ആൽഫബറ്റിന്റെയും നമ്പേഴ്സിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൽഫബറ്റിനെ മെയിൻ ഗ്രൂപ്പിലും നമ്പേഴ്സിനെ സബ് ഗ്രൂപ്പിലുമാണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ തിരിച്ചും വൈസ് വേഴ്സ കേട്ടോ. തിരിച്ചും ഇപ്പൊ ആൽഫബറ്റിനെ സബ് ഗ്രൂപ്പ് ആയിട്ടും നമ്പേഴ്സിനെ മെയിൻ ഗ്രൂപ്പ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? ഡെസിമൽ സിസ്റ്റം അല്ലെ? നമ്മൾ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കോഡാക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൈറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 10 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇനി ബ്രിഡ്ജ് സിസ്റ്റം എന്താണ്? 7 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരൈറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. ഒബ്ജക്റ്റീവ്സ്, കോഡിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ്. 3 കാര്യങ്ങളും വായിക്കാം കേട്ടോ.
മനസ്സിലായിനോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം ഓക്കെ ആണല്ലേ? ഈ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ അറിയാമല്ലേ? സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യാ, കൺട്രോൾ ചെയ്ത് മിനിമം ആക്കുക, അതിന്റെ കോസ്റ്റ് മിനിമം ആക്കിയിട്ട് അല്ലെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓക്കെ, അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് നോക്കിയേ, ABC അനാലിസിസ് കേട്ടിട്ടുണ്ടോ? നിങ്ങള് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ABC അനാലിസിസ്. ആരും പഠിച്ചിട്ടില്ല? ABC അനാലിസിസ് കേട്ടിട്ടില്ല ആരും? ഇല്ല. ഓക്കെ, നമുക്ക് ഇപ്പൊ പഠിക്കാം കേട്ടോ. ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത പോർഷനിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ABC annual value of control the alphabetical approach conception of purchase, storing, or always better control items concern an issue of materials in that normal course of business. എന്താ പറയുന്നത്? നമ്മൾ പഠിച്ചു അല്ലേ, ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ പഠിച്ചു, ഹോസ്പിറ്റലിന് കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ? ഈ മെറ്റീരിയൽസ് കൺട്രോൾ ചെയ്യാനായിട്ട്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള പല നിയന്ത്രണങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ? കൺട്രോളിംഗ് ഉണ്ട്, ഇൻവെന്ററി കൺട്രോളിംഗിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഓരോ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഓരോ സ്റ്റോറിലുള്ള ഈ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഐറ്റംസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ ആൽഫബറ്റിക്കൽ അപ്രോച്ച് ഉപയോഗിച്ചിട്ടാണ് ABC അനാലിസിസിൽ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ പഠിച്ചു എന്താണ്, ഓരോ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനും എന്താണ്, അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് ഓരോ മെറ്റീരിയൽസും അല്ലെങ്കിൽ ഓരോ സ്റ്റോക്കും ആവശ്യമാണ് അല്ലെ? കുറെ സ്റ്റോക്കുകൾ ആവശ്യമാണ്. ആ സ്റ്റോക്കുകളുടെ നിയന്ത്രിക്കാനായിട്ട്, ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ABC അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് യൂസ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ എങ്ങനെയാണ് ഈ സ്റ്റോക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ABC അനാലിസിസില് ABC എന്നാണ് നമ്മൾ ഓരോ ഐറ്റത്തിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ തുടർന്ന് പഠിക്കൂട്ടോ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇത് മനസ്സിലായോ? ഇങ്ങനെയാണ് ABC അനാലിസിസിൽ ABC എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ഐറ്റത്തിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. A ഗ്രൂപ്പിൽ കുറച്ച് ഐറ്റം വരും, B ഗ്രൂപ്പിൽ കുറച്ച് ഐറ്റം വരും, C ഗ്രൂപ്പിൽ കുറച്ച് ഐറ്റംസ് വരും. അങ്ങനെ ABC എന്ന് പറഞ്ഞാണ് ABC അനാലിസിസിലെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ABC അനാലിസിസ് ഡൗട്ട് വരുന്നുണ്ടോ? പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? ഓരോ മനസ്സിലായല്ലേ? ഓക്കെ, എന്താണ് ഓരോ ഓർഗനൈസേഷനിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് എന്താണ് ഓരോ സ്റ്റോക്കുകൾ, മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ? ഓരോ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാറുണ്ട്, സ്റ്റോക്ക് ചെയ്യാറുണ്ട്, പർച്ചേസ് ചെയ്ത് അത് വേണ്ട രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ആ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല നിയന്ത്രണങ്ങളും നമ്മൾ ചെയ്യാറില്ലേ? ഇൻവെന്ററി കൺട്രോൾ നമ്മൾ പഠിച്ചില്ലേ?
അങ്ങനെയുള്ള നിയന്ത്രണങ്ങള് എങ്ങനെയാണ് ചെയ്യുന്നത്? ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ABC അനാലിസിസിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ABC അനാലിസിസിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? A, B, C എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ഐറ്റത്തിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. യാണോ? ഫസ്റ്റ് വൺ ഓക്കെ ആണോ എല്ലാവർക്കും? മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. A, B, C എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ ആണോ? ഇനി രണ്ടാമത് പറയുന്നത് നോക്കിയേ, PED. D എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റൽ. അതുപോലെ എസെൻഷ്യൽ എന്താണ്? സോറി, E എന്താണ്? എസെൻഷ്യൽ അല്ലെ. D എന്താണ്? ഡിസൈറബിൾ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടുള്ള അല്ലെ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതാണ് വൈറ്റല്. അതുപോലെ എസെൻഷ്യൽ എന്താണ്? അത്യാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ നമുക്ക്, അതിനെയാണ് എസെൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. ഇനി ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭികാമ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പോ ഈ BED-യില് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ഐറ്റത്തിന്റെയും നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. നിങ്ങൾ നോക്കിയേ, വൈറ്റൽ ആയിട്ടുള്ളത് അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഏതാണോ, അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ, ഏറ്റവും അഭികാമ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ, അങ്ങനെയാണ് ഈ BED-യില് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. B എന്ന് പറഞ്ഞാല് വൈറ്റല്, E എന്ന് പറഞ്ഞാല് എസെൻഷ്യല്, D എന്ന് പറഞ്ഞാല് ഡിസൈറബിൾ. ഇങ്ങനെ BED എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഓരോ മെറ്റീരിയൽസിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ വൈറ്റൽ കാറ്റഗറിയില്, B എന്ന കാറ്റഗറിയില് ഉൾപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എസെൻഷ്യൽ അല്ലെ, അത്യാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ അതിനെ എവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്? E എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി അഭികാമ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ അത് D എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഓരോ മെറ്റീരിയൽസിന്റെയും നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ ഓരോ മെറ്റീരിയൽസിന്റെയും ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ്. ഇനി നോക്കിയേ, തേർഡ് വൺ നോക്കിയേ, HML. എന്താണ്? H എന്ന് പറഞ്ഞാല് ഹൈ, M എന്ന് പറഞ്ഞാല് മീഡിയം, ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? L ആണ് അല്ലെ. L എന്താണ്? ലോ. നോക്കിയേ, യൂണിറ്റ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ടു കൺട്രോൾ പർച്ചേസ്. ഇനി ഇവിടെ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ? ഓരോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? വസ്തുവിന്റെ അല്ലെ, കോസ്റ്റിന്റെ ബേസിലാണ് നമ്മളിവിടെ ഓരോ മെറ്റീരിയൽസിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. ഹൈ കോസ്റ്റ് ഉള്ള മെറ്റീരിയൽ ഏതാണോ അതിനെ H എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി മീഡിയം കോസ്റ്റ് ഉള്ള മെറ്റീരിയൽസ് ഏതാണോ അതിനെ M എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. L എന്താണ്? ലോ കോസ്റ്റ് ഉള്ള മെറ്റീരിയൽസ് ഏതാണോ അതിനെ L എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇവിടെ എങ്ങനെയാണ് ഓരോ മെറ്റീരിയൽസിന്റെയും കോസ്റ്റ് അനുസരിച്ചിട്ടാണ് ഓരോ മെറ്റീരിയൽസിന്റെയും ക്ലാസിഫിക്കേഷൻ ഇവിടെ നടത്തുന്നത്. H ആണെങ്കിൽ ഹൈ കോസ്റ്റ് അല്ലെ, ഹൈ കോസ്റ്റ് ഉള്ള മെറ്റീരിയൽ ഏതാണോ അതിനെ H എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. M എന്താണ്? മീഡിയം കോസ്റ്റ് ഏതാണോ, ഏത് മെറ്റീരിയൽസിനാണോ ഉള്ളത് അതിനെ M എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഈ ലോ കോസ്റ്റ് മെറ്റീരിയൽസ് ഏതാണോ അതിനെ L എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ 1, 2, 3 ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ പറയണോ? ഒന്നാമത്തെ എന്താണ്? ABC അനാലിസിസ്. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഓരോ ഓർഗനൈസേഷനും
എന്താണ് ഫസ്റ്റ് കാറ്റഗറി എന്താണ് എ ബി സി എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. എ എന്ന് പറഞ്ഞാല് അങ്ങനെ A, B, C അങ്ങനെയാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മൾ ഇനി തുടർന്ന് പഠിക്കും. അത്രയും നിങ്ങളൊന്ന് ഇതിന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. തുടർന്ന് നമുക്ക് എക്സ്പാൻഡ് ആയിട്ട് പഠിക്കാനുണ്ട്, വിപുലീകരിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ക്ലിയർ ആയോ? മൂന്ന് കാര്യങ്ങളും ABC അനാലിസിസ്, PED, അതുപോലെ HML. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഫോർത്ത് വൺ നോക്കിയേ. XYZ. ചിലതിന് എക്സ്പാൻഷൻ ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അത് വെച്ചൊന്ന് പഠിച്ചാൽ മതി. എക്സ്പാൻഷൻ ഇല്ല. നമ്മൾ തുടർന്ന് പഠിക്കുന്ന ഓരോന്ന് എക്സ്പാൻഷൻ ഉണ്ടാവില്ല. ചിലതിന് ഫോർത്ത് വണ്ണിന് എക്സ്പാൻഷൻ ഇല്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. XYZ depends on to review the inventory or value inventories എന്നാണ് പറഞ്ഞത്. Inventory value inventories. Spelling mistake ഉണ്ട് കേട്ടോ അവിടെ. Inventory value inventories and of items stored, their uses at scheduled intervals. എന്താ പറയുന്നത് ഇവിടെ XYZ പറയുന്നത് എന്താണ്? ഓരോ ഐറ്റത്തിനെയും നമ്മള് എങ്ങനെയാണ് സ്റ്റോക്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ? സ്റ്റോക്കുകൾ നമ്മൾ ഓരോ സ്റ്റോറിലും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്താണ്? ഓരോ വസ്തുക്കളുടെയും മൂല്യം അനുസരിച്ചിട്ടാണ്. ഓരോ വസ്തുക്കളുടെയും മൂല്യം അനുസരിച്ചിട്ടാണ് ഓരോ വസ്തുക്കളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാണ് XYZ പറയുന്നത്. മനസ്സിലായോ? എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? നമ്മൾ സ്റ്റോറില് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഐറ്റംസ് എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്? അതിന്റെ മൂല്യം അനുസരിച്ചിട്ടാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ മാസ്ക് നമ്മൾ എപ്പോഴാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങിയത്? ഏത് ടൈമിലായിരുന്നു മാസ്ക് കൂടുതൽ വെച്ച് തുടങ്ങിയത് ആളുകള്? കൊറോണ ടൈമിൽ അല്ലെ? പൊടിയും മറ്റും അങ്ങനെ അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ വെക്കാറുണ്ട്. എന്നിരുന്നാൽ കൂടിയും കൊറോണ ടൈമിലാണ് ആളുകൾ കൂടുതലായിട്ട് മാസ്കുകൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ എന്താണ്? നിശ്ചിത ഇടവേളകളിലായിരിക്കും ഈ വസ്തുക്കൾക്ക് മൂല്യം കൂടുന്നത്. ഇപ്പൊ മാസ്കിന് എന്താണ്? ആ കൊറോണ ടൈം ആയപ്പോഴാണ് അതിന് മൂല്യം കൂടുതൽ അല്ലെ കൂടി വന്നത്. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ വസ്തുക്കളും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ മൂല്യം അനുസരിച്ചിട്ടാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? XYZ പറയുന്ന കാര്യം ഓക്കെ ആണോ? ഓക്കെ. ഇനി
CSN, conception to restrain purchases, fast moving, pattern or issue and scrap, slow moving and from the store, no moving ആക്കണം കേട്ടോ. ഓൺ വേണ്ടിയിട്ട് no moving. Stores no moving. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നത്? എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റ് മൂവിങ്. മൂവിങ് അനുസരിച്ചിട്ട് ഓരോ മെറ്റീരിയൽസിന്റെയും മൂവബിലിറ്റി അല്ലെ, മൂവിങ് അനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റ് മൂവിങ്, കൂടുതലായിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്ന ഐറ്റംസ് ഏതാണ്? അത് എവിടെ വരും? എഫില്, എഫ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അതുപോലെ എസ് എന്താണ്? സ്ലോ മൂവിങ് കാറ്റഗറിയിൽ പെടുന്നുണ്ട് അല്ലെ. സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റംസ് ഏതാണോ അത് എസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. എന്നെന്താവാം? നോ മൂവിങ്, ഒട്ടും മൂവ് ചെയ്യാത്ത ഐറ്റംസ് ഉണ്ടാവും അല്ലെ, അതിനെ നോ മൂവിങ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. മനസ്സിലായോ? എഫ് എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് മൂവിങ് ആണ്, അതുപോലെ എസ് എന്ന് പറഞ്ഞാല് സ്ലോ മൂവിങ്, എൻ എന്ന് പറഞ്ഞാല് നോ മൂവിങ്. മെറ്റീരിയൽസിന്റെ മൂവിങ് അനുസരിച്ചിട്ടാണ് ഇവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? SDE, purchasing problems, lead times, curves to attain, in hard to analyze and difficult to get availability of item, purchasing and easy to attain strategies. എന്താ പറയുന്നത്? SED എന്ന് പറയുമ്പോ ഫസ്റ്റ് ലെറ്റർ എസ് ആണ് അല്ലെ. എസ് എന്താണ്? സ്കേഴ്സ്. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കേഴ്സ് ദൗർലഭ്യം അല്ലെ, എന്താണ്? അല്ലെങ്കിൽ എന്താണ്? അപൂർവമായ, കിട്ടാനില്ലാത്ത അവസ്ഥ അല്ലെ. ഇവിടെ പറയുന്നത് എന്താണ്? ലീഡ് ടൈം ആണ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. നമ്മൾ ലീഡ് ടൈം പറഞ്ഞു. എന്താണ് ലീഡ് ടൈം എന്ന് പറഞ്ഞാല്? നമ്മളൊരു മെറ്റീരിയൽ ഓർഡർ കൊടുത്തു, നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ടൈം, ആ ടൈമാണ്. ആ ടൈമിനുള്ളിൽ നമുക്ക് എന്താണ്? ചിലപ്പോ സ്റ്റോറിൽ ഈ ഐറ്റം കിട്ടാനില്ല, അപൂർവമായിട്ടുള്ള അവസ്ഥയിലുണ്ട്, ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് സ്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കേഴ്സ് പോലെ തന്നെ എന്താണ്? കിട്ടാനില്ലാത്ത അവസ്ഥയാണ്, എന്നിരുന്നാൽ കൂടിയും കിട്ടും എന്നുള്ളൊരു അവൈലബിൾ ആണ്, അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക്. അതാണ് ഡിഫിക്കൽറ്റിയിൽ വരുന്നത്, ഈ എന്ന കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ്. ഇനി എന്താണ്? ഈ ഉണ്ടല്ലേ, ഈസി ടു അറ്റൈൻ, പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്ന ഐറ്റംസിനെ നമ്മൾ ഈ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ ലീഡ് ടൈം ബേസിലാണ് നമ്മളിവിടെ ഐറ്റംസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അത് കിട്ടാനായിട്ട് ടൈം ഉണ്ട്. ചിലപ്പോൾ എന്താണ്? സ്റ്റോറിൽ നമുക്ക് അത് അവൈലബിൾ ആയിരിക്കില്ല, ഒട്ടും തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥ, ലഭ്യം. അതാണ് സ്കേഴ്സ് കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാല് മെറ്റീരിയൽസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, എന്നിരുന്നാൽ കൂടിയും സ്കേഴ്സിന്റെ അത്രയും നമുക്ക് വരുന്നില്ല. സ്കേഴ്സ് എന്താ പറഞ്ഞത്? നമുക്ക് ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥ, പക്ഷേ ഡിഫിക്കൽറ്റിയിൽ ലഭിക്കും എന്നുണ്ട്. ഓക്കെ, അതാണ് ഡിഫിക്കൽറ്റിയിൽ വരുന്നത്. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഡി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ എന്താണ്? ഈസി ടു അറ്റൈൻ, പെട്ടെന്ന് നമുക്ക് ലഭ്യമാകും അല്ലെ. അങ്ങനെയുള്ള ഐറ്റംസിനെ നമ്മൾ ഈ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. കിട്ടിയോ? ലീഡ് ടൈം കണക്ട് വെച്ചിട്ട് പഠിക്കണമല്ലോ. ലീഡ് ടൈം കണക്ട് ചെയ്തിട്ട് അത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? പിന്നെന്താണ്? GOLF. ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ്. ഇവിടെ എന്താണ്? മെറ്റീരിയൽസ് ലഭ്യമാകുന്ന സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഓർഡിനറി പർച്ചേസ് ആണോ, ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണോ നമുക്ക് കിട്ടുന്നത്, അതുപോലെ ഫോറിൻ പർച്ചേസ് ചെയ്യുമ്പോഴാണോ നമുക്ക് ഐറ്റംസ് അവൈലബിൾ ആകുന്നത്. അങ്ങനെയുള്ള കാറ്റഗറീസിലാണ് ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് ഗവൺമെന്റ് അല്ലെ, ജി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി സാധാരണ പർച്ചേസിൽ ഓർഡിനറി പർച്ചേസുമായിട്ട്
ബന്ധമുള്ള ഐറ്റംസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് O എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐറ്റത്തിനെ നമ്മൾ L എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ഫോറിൻ പർച്ചേസ് ആണെങ്കിൽ F എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയില്ലേ? മൾട്ടിവേഴ്സ് ലഭ്യമാകുന്ന സ്രോതസ് എവിടെ നിന്നാണ്, അതനുസരിച്ചിട്ടാണ് ഓരോ ഐറ്റത്തിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി എന്താണ് SOS അല്ലെ? സീസണൽ ആൻഡ് ഓഫ് സീസണൽസ് അല്ലെ? സീസണൽ സെക്ഷനിൽ അതുപോലെ തന്നെ എന്താണ് ഓഫ് സീസണിൽ നമുക്ക് ലഭ്യമാകുന്ന ഐറ്റത്തിനെ നമ്മൾ നോക്കിയിട്ടാണ് സീസൺ വൈസ് കിട്ടുന്ന ഐറ്റത്തിനെ മെറ്റീരിയൽസിനെ നമ്മൾ സീസണൽ ആയിട്ടും ഓഫ് സീസണൽസിൽ കിട്ടുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഓഫ് സീസൺ ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് സീസണാലിറ്റി ഓഫ് ദ ഐറ്റം to plan the purchasing storing strategies. ഒരു വസ്തുവിന്റെ സീസണാലിറ്റി അനുസരിച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. നിങ്ങൾക്കറിയാലേ സീസൺ ആവുമ്പോൾ നമുക്ക് ഇപ്പൊ എന്താ മെയ് അല്ലെങ്കിൽ ഒരു ജൂൺ സീസൺ ഒക്കെ ആകുമ്പോ എന്താണ് അംബ്രല, റെയിനിങ് സീസണിൽ അംബ്രല കിട്ടും. അല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ആകുമ്പോ എന്താണ് ബാഗ്, ചെരുപ്പ്, കൊട അല്ലെ? അങ്ങനെയുള്ള ഐറ്റംസ്. മഴക്കാലം ആകുമ്പോൾ റെയിൻ കോട്ട്. അതുപോലെ ഫ്രൂട്ട്സിന്റെ സീസൺ ആകുമ്പോൾ കൂടുതൽ ഫ്രൂട്ട്സ് അല്ലെ? മാർച്ച് ഏപ്രിൽ ഒക്കെ വരുമ്പോ എന്താണ് മാങ്ങ നമുക്ക് ലഭിക്കാറില്ലേ? അങ്ങനെ എന്താണ് ഓരോ സീസൺ വൈസും നമ്മൾ ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ അത്? SOS. ഇനി നെക്സ്റ്റ് ആണ് vital and normal importance of purchases to restrain essential important equipment. അപ്പോ ഇവിടെ വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റൽ ആൻഡ് നോർമൽ ആയിട്ടാണ് ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. വൈറ്റൽ എന്താണ് കൂടുതൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്. ഇവിടെ ഈ 9ലും 10ലും എക്യുപ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. 9ലും 10ലും പറയുന്നത് എക്യുപ്മെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോ വൈറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ട് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട എക്യുപ്മെന്റ്സ് ഏതാണോ അത് എവിടെ വരുന്നുണ്ട്? വൈറ്റലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കുറച്ചുകൂടി പ്രധാനമില്ലാത്ത എക്യുപ്മെന്റ്സിനെ നോർമൽ ക്ലാസിഫിക്കേഷനിൽ പെടുത്തുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? വൈറ്റലും നോർമലും. മനസ്സിലായില്ലേ? വൈറ്റൽ ഉണ്ട്, നോർമൽ ഉണ്ട്. വൈറ്റൽ എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഏതാണോ അത് വൈറ്റലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കുറച്ചുകൂടി പ്രാധാന്യം കുറഞ്ഞതിനെ നോർമലില് ഉൾപ്പെടുത്തുന്നു. ഓക്കെ ആണോ? ഇനി എന്താണ് റാം എന്ന് പറഞ്ഞാല് R എന്ന് പറഞ്ഞാല് റിലയബിലിറ്റി അല്ലെ? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തത. റിലയബിലിറ്റി എന്ന് പറഞ്ഞാല് വിശ്വസ്തത. അവൈലബിലിറ്റി എന്താണ്? ഞാൻ പറഞ്ഞു എക്യുപ്മെന്റിന്റെ ബേസിസിലാണ് ഇവിടെ ഐറ്റത്തിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോ അവിടെ അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്പെയർ പാർട്സിന്റെ ലഭ്യത അതനുസരിച്ചിട്ടാണ് അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. റിലയബിലിറ്റി അതിന്റെ അടിസ്ഥാനത്തില്, അതുപോലെ അവൈലബിലിറ്റി സ്പെയർ പാർട്സിന്റെ ലഭ്യത അതനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് അല്ലെ? മെയിൻ്റനൻസിന്റെ അടിസ്ഥാനത്തിലും എക്യുപ്മെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. 9ലും 10ലും എക്യുപ്മെന്റ്സിനെ ആണ് ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് 9ഉം 10ഉം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? റിലയബിലിറ്റിയുടെ അടിസ്ഥാനത്തില്, സ്പെയർ പാർട്സിന്റെ ലഭ്യത അതിന്റെ അടിസ്ഥാനത്തില്, അതുപോലെ മെയിൻ്റനൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ RAM എന്നായിട്ട് ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? RAM relies on service of the equipment to plan purchase for factors and functioning and the maintenance capacity of the equipment. Clear ആയില്ലേ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ.
എന്താ മോളെ ഏതാണ് ഡൗട്ട് ഉള്ളത്? നാലാമത്തെ ഏതാ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്തിയില്ലേ നാലാമത്തേല്? X, Y, Z depends on to review the inventory value inventories. അത് സ്പെല്ലിംഗ് എറർ ഉണ്ട്, മിസ്റ്റേക്ക് തിരുത്താട്ടോ. Inventories and of items stored their uses at scheduled intervals. എന്താ പറയുന്നത്? നാലാമത്തേൽ പറയുന്നത് ഓരോ വസ്തുക്കളുടെയും നമ്മൾ ഓരോ സ്റ്റോക്ക് ചെയ്ത് വെക്കും അല്ലെ, സ്റ്റോറുകളിൽ പല ഐറ്റംസ് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഈ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ വസ്തുക്കളുടെയും വാല്യൂ എന്താണ്? മൂല്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വസ്തുക്കളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞു മാസ്കിന്റെ കാര്യം പറഞ്ഞില്ലേ? മാസ്ക് എന്താണ്? നമ്മൾ കൊറോണ ടൈമിലാണ് യൂസ് ചെയ്തത്, കൂടുതലും ആളുകൾ യൂസ് ചെയ്തത് കൊറോണ ടൈമിലാണ്. അപ്പോ ആ ടൈമില് ആ മാസ്കിന്റെ മൂല്യം എന്തായി? മൂല്യം കൂടിയില്ലേ? ഇൻക്രീസ് ആയില്ലേ? കൂടി. അപ്പോ നിശ്ചിത ഇടവേളകളിലാണ് ഈ സ്റ്റോക്കുകളുടെ അതിന്റെ മെറ്റീരിയൽസിന്റെ വാല്യൂ കൂടുന്നത് അല്ലെ. മാസ്കിന്റെ മൂല്യം കൂടിയത് എന്താണ്? ആ ടൈമില് മാത്രമാണ്. നമ്മൾ പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും, എന്നിരുന്നാൽ കൂടിയ കൊറോണ ടൈമിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ മൂല്യം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ വസ്തുക്കളും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി സിക്സ്ത് പോയിന്റ് എന്താണ്? സ്കേഴ്സസ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ട്, അതുപോലെ ഈസി ടു അറ്റൈൻ. അങ്ങനെയാണ് നമ്മള് മെറ്റീരിയൽസിനെ അവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി എന്താ പറയുന്നത്? ഇവിടെ എങ്ങനെയാണ്, എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെറ്റീരിയൽസ് ഓർഡർ കൊടുത്തു, അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ആ ടൈം അല്ലെ. ചിലപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ കൊടുത്തപ്പോ നമ്മുടെ അവിടെ സ്റ്റോറിൽ ഉണ്ടാവില്ല, ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, കിട്ടാനില്ലാത്ത അവസ്ഥ. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറിൽ ഒട്ടും തന്നെ ഇല്ല, ദൗർലഭ്യം അല്ലെങ്കിൽ അപൂർവമായ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയാണ് സ്കേഴ്സ്. അപ്പൊ ഒട്ടും തന്നെ സ്റ്റോക്കിൽ ഇല്ലാത്ത മെറ്റീരിയൽസിനെ സ്കേഴ്സ് എന്ന് പറയുന്നു. അതാണ് കാറ്റഗറി പറയുന്നത്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് എന്താണ്? സ്കേഴ്സിന്റെ പോലെ തന്നെ ഉള്ള ഒരു കാറ്റഗറിയാണ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും അത്രയ്ക്കും കിട്ടാനില്ലാത്ത അവസ്ഥയില്ല, എന്നിരുന്നാൽ കൂടിയും അത് അവൈലബിൾ ആയി, കുറച്ചുകൂടി നമുക്ക് അവൈലബിൾ ആണ്, കിട്ടാനുണ്ടാകും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ ഡി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെന്താണ്? ഈസി ടു അറ്റൈൻ, പെട്ടെന്ന് നമുക്ക് ലഭ്യമാകുന്ന മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ, അതിനെ ഡി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നമുക്ക് നിർത്താം. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാല് തീരില്ല. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു.